Avery Dennison paint protection film സംസാരിക്കാനാണ് ഈ വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. PPF entry level segment ആയിട്ടുള്ള ENDURO PPF ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ painted sections mainly, other than that നമ്മളിപ്പോൾ ബാക്കി ഗ്ലാസ് എലിമെൻസും പ്ലാസ്റ്റിക് എലിമെൻസും അലോയ് എലിമെൻസിലൊക്കെ നമ്മൾ സെറാമിക് ആണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് വണ്ടി വന്നതിന് ശേഷം ഡീറ്റെയിൽ വാഷ് ചെയ്യും. ഈ വാഷിങ്ങിൽ നമ്മൾ പരമാവധി ഇതിൻ്റെ ടാർ മാർക്സ്, പിന്നെ ബ്രേക്ക് ഡസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനൊരു പെയിൻറ്റ് കറക്ഷൻ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ഈ പെയിൻറ്റ് കറക്ഷൻ പ്രോസസ്സിൽ swirl മാർക്സ്, അങ്ങനത്തെ എന്തെങ്കിലും ഫൈൻ ഹെയർ ലൈൻ സ്ക്രാച്ചസ് ഉണ്ടത് നമ്മൾ 3 സ്റ്റേജായിട്ട് ചെയ്തിട്ടാണ് വണ്ടി ഫിനിഷ് ചെയ്യുക. ഒരു ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽ വാഷ് ഒന്നും കൂടി ചെയ്തതിന് ശേഷമാണ് നമ്മൾ PPF നമ്മളിതിൽ അപ്ലൈ ചെയ്യുക. PPF നമുക്ക് ഈ വണ്ടീൻ്റെ മേലെ ചെയ്യുകയാണെങ്കിലും സ്റ്റാൻഡേർഡ് സൈസ് ഒരു വണ്ടി ചെയ്യാൻ നമുക്കൊരു ഓവറോൾ 5 to 6 days ആണ് ഈ ഹോൾ പ്രോസസ്സിന് നമ്മൾ എടുക്കുക. യെസ്, ലൈക്ക് ഗ്ലാസ്, പിന്നെ പ്ലാസ്റ്റിക്സ്, അലോയ് വീൽസ്, ഇവിടെയൊക്കെ നമ്മൾ സെറാമിക് കോട്ടിങ് നമ്മൾ ചെയ്യും. ഇതിൽ ഹെഡ്ലൈറ്റിലും നമ്മൾ PPF ഇടും. വൈ PPF? എല്ലാവരും നമ്മളോട് ചോദിക്കുന്നത് ഇതിനാണ് ഇത്രയും നമ്മൾ വണ്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. PPF ചെയ്യുന്നതിൻ്റെ ഒരു പ്ലസ് അഡ്വാൻറ്റേജ് ആണ് സെൽഫ് ഹീലിംഗ് പ്രോപ്പർട്ടി. ഇതെല്ലാ PPFിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഈ PPFിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഫൈൻ ഹെയർ ലൈൻ സ്ക്രാച്ചസ്, അത് നമ്മൾ പല കണ്ടീഷൻ ത്രൂ വരാം. നമ്മൾ കഴുകുമ്പോൾ swirl മാർക്സ് വഴി വരാം. നമ്മൾ വണ്ടിയുടെ റോഡിൽ പോകുമ്പോൾ പുല്ല് ഉരഞ്ഞിട്ട്, ചെടി ഉരഞ്ഞിട്ട് നമ്മൾ സൈഡിലൊക്കെ സ്ക്രാച്ചസ് വരാം. ഈ സ്ക്രാച്ചസ് ഒക്കെ സെൽഫ് ഹീലിംഗ് ആയിട്ട് പോയിക്കോളും. അപ്പോൾ നമ്മൾ വണ്ടി എപ്പോഴും കഴുകുന്നതിനനുസരിച്ചിട്ട് വണ്ടി എപ്പോഴും ഫ്രഷ് ലുക്കിലാണ് നിങ്ങളെ വണ്ടി എപ്പോഴും കാണുക. റീപെയിൻറ്റിങ് നിങ്ങൾക്ക് ഒഴിവാക്കാം. മാക്സിമം ആക്സിഡൻറ്റൽ ഡാമേജസ്, ഇപ്പോൾ നമ്മൾക്ക് മതിലൊരയുക, നമ്മൾ വേറെ വണ്ടിയിൽ തട്ടുക, ഇങ്ങനത്തെ കേസസൊക്കെ വരുമ്പോൾ ഈ ആക്സിഡൻറ്റൽ ഡാമേജസിന് PPF ആണ് ആദ്യം സാക്രിഫൈസ് ചെയ്യുക, നോട്ട് അവർ പെയിൻറ്റ്. സോ നിങ്ങളെ വണ്ടീനെ റീസെയിൽ വാല്യൂ കൂടും വൺസ് യു അവോയ്ഡ് റീപെയിൻറ്റിങ് പോയൊക്കെ. ഈ PPFന് നമുക്കൊരു 3 കാറ്റഗറി ആയിട്ടാണ് നമ്മളെടുത്ത് ഇവിടെ ഉള്ളത്. ഒന്ന് ENDURO, Optima, പിന്നെ Xtreme. ഈ ENDURO PPFിൽ നമ്മൾ 3 വർഷം വാറണ്ടിയാണ് കൊടുക്കുന്നത്, മാനുഫാക്ചർ വാറണ്ടിയാണ് കൊടുക്കുന്നത്. Optimയിൽ 5 years, പിന്നെ Xtremeൽ 10 yearsൻ്റെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഇത് 3 ഡിഫറെൻറ്റ് പ്രൈസ് ടാഗ്സിലാണ് നമുക്ക് വരിക. ഫുൾ ബോഡി ചെയ്യാനും പാർഷ്യലി ഓൾസോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വണ്ടീൻ്റെ ചെറിയ ഭാഗങ്ങൾ മാത്രം ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് ഫുൾ ബോഡി വേണമെന്നില്ല ആണെങ്കിൽ നമുക്ക് റൂഫ് ഏരിയ അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസിലായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. Avery Dennisonൻ്റെ വെബ്സൈറ്റാണ് ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓസോൺ ഡീറ്റെയിലിംഗ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. ഇതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന വണ്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാം. ഫോർ ഫർദർ ഡീറ്റെയിൽസ് പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.